നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവൽ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചായക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണിത്. ഇത് കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാനും പറ്റും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മിക്സ്ചർ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണ, ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു പാൻ വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ അവൽ, വെളുത്ത അവലാണ് 2 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുകൂടാതെ ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, നാരങ്ങ ഒരെണ്ണം, മുർമുറ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നാട്ടിലിതിന് പൊരി എന്നാണ് പറയുന്നത്. ഇനി ആ പീനട്ട്സ് വറുത്തെടുത്തില്ലേ, ആ എണ്ണയിൽ തന്നെ ഞാൻ ആ പെരിഞ്ജീരകവും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കുകയാണ്. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ചെറു തീയിൽ നന്നായിട്ട് ഫ്രൈ എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. നല്ല ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ആ നാരങ്ങ എടുത്തില്ലേ, നാരങ്ങ എടുത്തതിൻ്റെ ഒരു പകുതി മതിയാവും. കാരണം ഇതൊരുപാട് വലിയ നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നീരൊഴിച്ച് കൊടുക്കുകയാണ്. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ഫുള്ള് നാരങ്ങ വേണ്ടി വരും. പക്ഷേ ഞാനെടുത്ത് കുറച്ച് വലിപ്പമുള്ള നാരങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഹാഫ് മതിയാവും. ഇനി ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊരിയില്ലേ, നാട്ടിൽ കിട്ടുന്നതാണത്, ഇവിടെ മുർമുറ എന്നൊക്കെ പറയും, അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് ആ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവലും അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി യോജിക്കും. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇടാനായിട്ട് 1/4 കപ്പ് സേവ്. ഞാൻ ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് സേവ് ചേർത്ത് കൊടുക്കാം. നാട്ടിലൊക്കെ ബേക്കറികളിലൊക്കെ കിട്ടും, വളരെ കനം കുറഞ്ഞിട്ട് മിക്സ്ചറിനകത്ത് കിടക്കുന്ന ആണിത്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ അവൽ മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അവൽ മിക്സ്ചർ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസ് ആയിട്ട് എഴുതുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.